ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹംഗേറിയൻ സൈന്യത്തിലെ ഏറ്റവും മികച്ച പിസ്റ്റൾ ഷൂട്ടറായിരുന്നു കരോളി ടാക്കസ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ ഉറ്റുനോക്കിയിരുന്നു. അദ്ദേഹം വരാനിരിക്കുന്ന ഒളിമ്പിക്സിൽ സ്വർണം നേടുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ വിധി മറ്റൊന്നാണ് കരുതി വെച്ചിരുന്നത്. 1938 ഒരു സൈനിക പരിശീലനത്തിനിടെയുണ്ടായ ഗ്രനേഡ് സ്ഫോടനത്തിൽ കരോളിയുടെ വലതുകൈ തകർന്നുപോയി. ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം അത് ലോകാവസാനത്തിന് തുല്യമായിരുന്നു. കൈ നഷ്ടപ്പെട്ടപ്പോൾ കരോളിയുടെ മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നെങ്കിൽ വിധിയെ പഴിച്ച് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ പോരാടുക. അദ്ദേഹം 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. ആരും കാണാതെ വേദനകൾ സഹിച്ച് അദ്ദേഹം തൻ്റെ ഇടത് കൈ കൊണ്ട് വെടിയുതിർക്കുവാൻ പരിശീലിച്ചു. 1 വർഷത്തിന് ശേഷം ഹംഗറിയിലെ നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയിൽ കരോളി പ്രത്യക്ഷപ്പെട്ടു. പഴയ സഹതാരങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എടുത്തു ചെന്നു. തങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വന്നതിന് അവർ നന്ദി പറഞ്ഞു. എന്നാൽ കരോളി പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനല്ല വന്നത്, നിങ്ങളോട് മത്സരിക്കാനാണ്. ആ മത്സരത്തിൽ ഇടത് കൈ കൊണ്ട് വിസ്മയം തീർത്ത കരോളി സ്വർണം കരസ്ഥമാക്കി. പിന്നീട് 2ാം ലോകമഹായുദ്ധം കാരണം 2 ഒളിമ്പിക്സുകൾ മുടങ്ങിയെങ്കിലും അദ്ദേഹം തൻ്റെ നിശ്ചയദാർഢ്യം കൈവിട്ടില്ല. ഒടുവിൽ 1948 ലണ്ടൻ ഒളിമ്പിക്സിലും 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലും അദ്ദേഹം സ്വർണ്ണ മെഡലുകൾ നേടി ചരിത്രം കുറിച്ചു. ഒരേ ഇനത്തെ തുടർച്ചയായി 2 തവണ ഒളിമ്പിക്സ് സ്വർണം നേടുന്ന ആദ്യ ഷൂട്ടറായി അദ്ദേഹം മാറി. നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെയോർത്ത് വിലപിച്ചിരിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. മറിച്ച് നമ്മുടെ പക്കൽ അവശേഷിക്കുന്ന കഴിവുകളെ മിനുക്കിയെടുക്കാനും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിച്ചാൽ ഏത് വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കും എന്ന് കരോളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ്റെ കൈകളല്ല, മറിച്ച് തോൽക്കാൻ സമ്മതിക്കാത്ത അവൻ്റെ മനസ്സാണ്. മനുഷ്യൻ്റെ ധീരത അവൻ്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാൻ കഴിയുമെന്നും കഷ്ടകാലത്ത് പതറിപ്പോകുന്നവൻ ദുർബലനെത്രയെന്നും സദൃശ്യവാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതയാത്രയിൽ രോഗമോ അപ്രതീക്ഷിത ആപത്തുകളോ കടന്നു വരുമ്പോൾ പകച്ചു നിൽക്കുന്ന ദുർബലരായി നാം മാറരുത്. ശാരീരികമായ വേദനകളെയും പരിമിതികളെയും മറികടക്കാൻ വൈദ്യശാസ്ത്രത്തിനും മനുഷ്യ സഹജമായ കരുത്തിനും ഒരുപക്ഷെ കഴിഞ്ഞേക്കും. എന്നാൽ ഒരു മനുഷ്യൻ്റെ മനസ്സ് തകർന്നു പോയാൽ അവന് ചുറ്റുമുള്ള ലോകം അർത്ഥശൂന്യമായി മാറും. നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ അനേകമുണ്ടായേക്കാം. പൂർണ്ണതയുള്ളവരല്ല നാം ആരും. എന്നാൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഇല്ലാത്തതിനെക്കുറിച്ചോ ആലോചിച്ച് കണ്ണുനീർ വാർക്കാതെ ഉള്ളിലെ കഴിവുകളെയും ദൈവാനുഗ്രഹങ്ങളെയും തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. പരിമിതികളെ ചവിട്ടുപടികളാക്കി മാറ്റുന്നവർക്ക് മുന്നിൽ ഒരു പരാജയവും ശാശ്വതമല്ല. ദൈവത്തിൽ അചഞ്ചലമായി ആശ്രയിക്കുക എന്നതിനർത്ഥം പരീക്ഷകളില്ലാത്ത ജീവിതമെന്നല്ല, മറിച്ച് ഏത് അഗ്നിപരീക്ഷയിലും തളരാത്ത ഒരു മനസ്സുണ്ടാവുക എന്നതാണ്. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് ദൈവം പുതിയ വഴികൾ തുറന്നു കൊടുക്കും. ആ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.